നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഭവനത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഭവനങ്ങളുണ്ടായിരിക്കും. പലതരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഭക്തരുണ്ടായിരിക്കും. പല തടസ്സങ്ങളാലും പല പ്രശ്നങ്ങളാലും കടബാധ്യതകൾ മൂലം ഒരുപാട് വിഷമഘട്ടങ്ങൾ തരണം ചെയ്യുന്ന ഭക്തന്മാർക്കും കുഞ്ഞുമക്കൾക്ക് വേണ്ടി രോഗപീഠകൾ അനുഭവിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നാമം ജപിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും ഒരു നിശ്ചിതമായിട്ടും ഒരു കാലയളവിൽ എന്ന് പറയുന്നത് പോലെ എല്ലാം ശുഭമായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത ഭക്തന്മാരും ഭവനത്തിലുണ്ടാവുമല്ലോ. എങ്കിലും വിളക്ക് കത്തിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഭക്തിയോടും വിശ്വാസത്തോടു കൂടി നാമം ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ള ഒരുപാട് തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പല പ്രശ്നങ്ങളാലും പല തടസ്സങ്ങളാലും നിങ്ങൾ വളരെ സങ്കടത്തോടു കൂടി ഓരോ ദിനവും തള്ളി നീക്കുന്ന അവസ്ഥകളെല്ലാം മാറി മറയുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്നതായിട്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 108 തവണ ജപിക്കൂ. എത്രത്തോളം ജപിക്കാൻ കഴിയുകയാണെങ്കിൽ അത്രത്തോളം ജപിക്കുന്നത് അത്യുത്തമമാണ്. അത്രയ്ക്ക് നിങ്ങൾക്ക് ഭവനത്തിൽ സർവൈശ്വര്യത്താൽ പല ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതുമാണ്. 38 ദിവസം നിങ്ങൾ മുടങ്ങാതെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുകയാണ് എങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹങ്ങളുടെ പല തരത്തിലുള്ള തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതാണ് മഹാവിഷ്ണു. ദർശനം നടത്താൻ കഴിയാത്തവർക്ക് ഭവനത്തിലിരുന്നു കൊണ്ട് ജപിക്കാവുന്നതാണ്. സന്ധ്യയ്ക്കാണെങ്കിൽ ഉത്തമമായിരിക്കും. കാലത്ത് ജപിക്കാൻ കഴിയാത്തവർക്ക് സന്ധ്യാനാമത്തിലൂടെ ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. മക്കൾക്കും ജപിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ദുരിതങ്ങളാൽ രോഗബാധിതകളാലും ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്കും ജപിക്കാവുന്നതാണ്. വിദ്യാഭ്യാസത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്കും ജപിക്കാവുന്നതാണ്. എല്ലാം ശുഭമായി ഭവിക്കുന്നതാണ്.